വീണ്ടും പണിപ്പുര ടാസ്ക് നൽകി ബിഗ് ബോസ്. ഈ വട്ടം പണിപ്പുരയിലേക്ക് പോകേണ്ടത് 10 പേരാണ്. 10 സെക്കൻഡ് മാത്രമാണ് അവരുടെ മുൻപിലുള്ള സമയം. നവീന് ഈ വട്ടവും പണിപ്പുരയിലേക്ക് പോകാൻ സാധിക്കില്ല. ഇവിടെയുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ്, ആ ചെറിയ പണിപ്പുരയിലേക്ക് ഈ 10 പേർ ഒരുമിച്ച് കയറി എങ്ങനെ സാധനങ്ങളുമായി പുറത്തിറങ്ങുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ അവസാനം പണിപ്പുരയിലേക്ക് പോകുവാനായി കണ്ടെത്തിയ 10 പേർ ഇവരാണ്: ആര്യൻ, അനീഷ്, ആദില, അക്ബർ, രേണു, ബിൻസി, അനുമോൾ, അഭിലാഷ്, ജിസേൽ, ബിന്നി എന്നിവരായിരുന്നു. അനുമോളുടെ പേരിലുള്ള പേഴ്സണൽ സാധനങ്ങളാണ് ഏറ്റവും അധികം പണിപ്പുരയിൽ നിന്നും കിട്ടിയത്. ജനറൽ സാധനങ്ങളായി ഇവർക്ക് ഓയിൽ, ചിക്കൻ, പിക്കിൾ, വെജ് ബിരിയാണി, വെജ് സൂപ്പ്, പിസ്സ വെജ്, ഗുലാബ് ജാമുൻ, ഫ്രൈഡ് നോൺ വെജ്, കോഫി പൗഡർ എന്നിവയൊക്കെ കിട്ടി. അതുപോലെ തന്നെ പേഴ്സണൽ സാധനങ്ങൾ കിട്ടിയത് ബിൻസി, നവീൻ, അനുമോൾ, ബിന്നി, അക്ബർ എന്നിവർക്കാണ്. ഇതിൽ തന്നെ അനുമോൾക്കാണ് ഏറ്റവും അധികം പേഴ്സണൽ സാധനങ്ങൾ കിട്ടിയത്. ജിസേൽ അവിടെ പറയുന്നുണ്ട്, അനുമോൾ സ്വന്തം കാര്യം മാത്രം നോക്കി അവളുടെ സാധനങ്ങൾ മാത്രമാണ് പുറത്ത് കടത്തിയത്. അല്പസമയം കൂടെ കഴിയുമ്പോൾ അവസാനം കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു വന്നപ്പോൾ അനുമോളിന് ചെറിയ വിഷമങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അനുമോൾ ഒത്തിരി സാധനങ്ങൾ വേണ്ട എന്നും ഇത്ര സാധനങ്ങൾ മതി എന്നുമുള്ളൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ജിസേലിൻ്റെ അവസാന തീരുമാനങ്ങളിൽ ചെറിയ എതിർപ്പുകൾ ഹൗസിലെ കണ്ടസ്റ്റൻസ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ 1500 രൂപയ്ക്ക് അടങ്ങുന്ന സാധനങ്ങൾ അവസാനം ഒരു വിധത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആദ്യവട്ടം തന്നെ വളരെ ചുരുക്കം സാധനങ്ങൾ എണ്ണിയപ്പോൾ തന്നെ 1000-ന് മുകളിലേക്ക് പോയിന്റ്സ് കയറിയിരുന്നു. പിന്നെ അതെല്ലാം വീണ്ടും സോർട്ട് ചെയ്ത് മികച്ച ഒരു പോരാട്ടമാണ് ഇവരെല്ലാം കാഴ്ചവെച്ചത്. പണിപ്പുര ടാസ്ക് നല്ല കിടിലൻ ടാസ്ക് ആയിരുന്നു. 10 പേരും കൃത്യമായ രീതിയിൽ സാധനങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. പോയിന്റ്സിന് അടങ്ങുന്ന രീതിയിൽ, പ്രൊഡക്റ്റീവായ രീതിയിൽ തന്നെ സാധനങ്ങൾ കൈക്കലാക്കിയിട്ടുമുണ്ട്.